സൂചിപ്പിച്ചു ഈ പെരുമ്പാവൂര് അടുത്ത് വേങ്ങൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഈ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. പ്രത്യേകിച്ചും മഞ്ഞപ്പിത്തം അതിരൂക്ഷമാണ്. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം പടരുന്നുണ്ട്. അത് മലപ്പുറം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലാണ് ഏറ്റവും രൂക്ഷമായിരിക്കുന്നത്. ഈ മാസം മാത്രം ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് 323 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. 2 മരണവും ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ കണക്കും അത് ഞെട്ടിക്കുന്നതാണ്. മാർച്ചിൽ 694 പേർക്ക് മഞ്ഞപ്പിത്തമുണ്ടായി, 2 മരണമുണ്ടായി. ഏപ്രിലിൽ അത് 718 ഉയർന്നു. മരണസംഖ്യ 8 ആയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഈ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ച എറണാകുളം വേങ്ങൂരിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ തുടരുകയാണ്. ആശുപത്രിയിൽ കഴിയുന്ന രോഗബാധിതർക്കായി ധനസമാഹരണം നടത്താൻ ഇന്നലെ അവലോകന യോഗം തീരുമാനിച്ചിരുന്നു. ഇന്നലെ ചേർന്ന യോഗം രോഗബാധിതരുടെ അടുത്ത ബന്ധുക്കൾക്ക് മഞ്ഞപ്പിത്ത ബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ. 2 ആഴ്ചക്കിടെ വേങ്ങൂരിൽ 180 പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു. 40 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. 2 പേർ മരിക്കുകയും ചെയ്തു. അങ്ങനെ ഞെട്ടിക്കുന്നൊരു കണക്കാണ് ഇക്കാര്യത്തിൽ വരുന്നത്. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ഈ സംസ്ഥാനത്തുടനീളം മഞ്ഞപ്പിത്തത്തിന്റെ ആശങ്കയുണ്ട്, ശരി തന്നെ. പക്ഷേ വേങ്ങൂരിലെ സ്ഥിതി അത് അതിരൂക്ഷമാണ്. വേങ്ങൂരിൽ ഇത്രമാത്രം ആളുകൾക്ക്, അതൊരു പഞ്ചായത്താണ്, ആ പഞ്ചായത്തിൽ ഇത്രയും ആളുകൾക്കൊക്കെ മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അവിടെ നിന്ന് കരുതുന്നത്. എന്താണ് റിപ്പോർട്ട്? എൽദോ, വാട്ടർ അതോറിറ്റിയുടെ വലിയൊരു വീഴ്ചയെന്ന് മാത്രം പറയാൻ സാധിക്കില്ല, അലംഭാവമെന്നോ എന്ന് വേണമെങ്കിലും ഒക്കെ നമുക്കിതിനെ പറയാം. കാരണം കൃത്യമായി ക്ലോറിനേഷൻ നടത്താതെ ഈ 3 പഞ്ചായത്തുകളിൽ, അതായത് 10, 11, 12 വേങ്ങൂർ പഞ്ചായത്തിലെ 3 വാർഡുകളിൽ 10, 11, 12 എന്നീ വാർഡുകളിൽ എത്തിച്ച വെള്ളത്തിലായിരുന്നു ഈ മഞ്ഞപ്പിത്ത ബാധ. അതിനെ തുടർന്നാണ് മഞ്ഞപ്പിത്ത ബാധ ഇവർക്കുണ്ടായത്. 150 പേരാണ് ഇപ്പോൾ ആശുപത്രി രോഗം ബാധിച്ചിട്ടുള്ളത്. അതിൽ 41 പേർ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. 2 പേർ മരിക്കുകയും ചെയ്തു. അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. അത് ഒരു കുടുംബത്തിലെ സഹോദരൻ ചേട്ടൻ ശ്രീനി, അനിയൻ ശ്രീകാന്തിന്റെ ഭാര്യ അഞ്ജു, ഇവർക്ക് 3 പേരുമാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അതിൽ അഞ്ജുവിന്റെ നില അല്പം ഗുരുതരമാണ്. വെന്റിലേറ്ററിലാണ് ഇപ്പോൾ അഞ്ജു ഉള്ളത് രാജഗിരി ആശുപത്രിയിൽ. എന്തായാലും വലിയ ഒരു ആശങ്കപ്പെടുത്തുന്ന വാർത്തയായിരുന്നു ഈ വേങ്ങൂരിൽ നിന്നും പുറത്തു വന്നത്. പക്ഷെ ആരോഗ്യ വകുപ്പ് പറയുന്നത് ആശങ്ക വേണ്ട, ജാഗ്രത മതി എന്നാണ്. ഈ സ്ഥിതി നിയന്ത്രണ വിധേയമായി എന്ന് ആരോഗ്യ വകുപ്പ് പറയുമ്പോൾ കൂടിയും എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു അനാസ്ഥ ഈ പഞ്ചായത്തിൽ ഉണ്ടായത് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയർത്തുന്നത്. ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിൽ വാട്ടർ അതോറിറ്റിക്കെതിരെ വലിയ വിമർശനമാണ് എംപിമാരടക്കം, ബെന്നി ബെഹനാൻ എംപിയും MLA യും അടക്കം ഉയർത്തിയത്. പക്ഷേ ഈ വാട്ടർ അതോറിറ്റിയുടെ ന്യായീകരണം വലിയ തമാശയാണ്. അപ്പോൾ അവർ പറയുന്നത് ഈ കുളത്തിൽ നിന്നാണ് ഈ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്നത്. ആ ടാങ്ക് വഴിയാണ് ക്ലോറിനേഷൻ നടന്ന് മറ്റ് വീടുകളിലേക്കൊക്കെ എത്തിക്കുന്നത്. ഈ 3 വാർഡുകളിൽ, അതായത് 10, 11, 12 ഈ 3 വാർഡുകളിൽ കൃത്യമായി ക്ലോറിനേഷൻ നടത്തിയിട്ടില്ല എന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ കുളത്തിലെ വെള്ളം പരിശോധിച്ചപ്പോൾ തന്നെ അതിൽ നിന്നാണ് ഈ മഞ്ഞപ്പിത്ത ബാധ ഉണ്ടായതെന്നുള്ളൊരു ടെസ്റ്റ് നടത്തിയപ്പോൾ വ്യക്തമാകുകയും ചെയ്തു. പക്ഷെ വാട്ടർ അതോറിറ്റി പറയുന്നത് അത് കുളത്തിൽ നിന്നെടുത്ത വെള്ളത്തിൽ ഉള്ളത് കൊണ്ടാണ്. അതേസമയം ഈ പൈപ്പുകളിൽ എത്തിയ വെള്ളത്തിന് ആ ക്ലോറിനേഷൻ കൃത്യമായി നടത്തിയിട്ടുണ്ട്. ഈ പൈപ്പ് വല്ലതും പൊട്ടിയത് കൊണ്ടായിരിക്കും ബാധ ഉള്ളിലേക്ക് കയറി, ഈ അണുബാധ ഉള്ളിലേക്ക്, വൈറസ് ഉള്ളിലേക്ക് കയറിയത്. അങ്ങനെ ഇവർക്ക് രോഗം പിടിപെടാനാണ് സാധ്യത. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പഞ്ചായത്തിന് പുറത്തു നിന്നവരൊക്കെ പഞ്ചായത്തിനുള്ളിലേക്ക് വന്നിട്ടുണ്ട്, അവർക്കൊക്കെ മഞ്ഞപ്പിത്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരിൽ നിന്നാകാം ഈ ഒരു വൈറസ് ബാധിച്ചത് എന്നുള്ളൊരു വിചിത്രമായിട്ടുള്ളൊരു വാദമാണ് ഇന്നലെ നടന്ന അവലോകന യോഗത്തിലും വാട്ടർ അതോറിറ്റി ഉന്നയിച്ചത്. പക്ഷേ ഇത് മുഖവിലേക്ക് എടുക്കാൻ പഞ്ചായത്തിലുള്ളവരോ അല്ലെങ്കിൽ നാട്ടുകാരോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പോ ശ്രമിച്ചിട്ടില്ല. കാരണം ഇത് കൃത്യമായി വാട്ടർ അതോറിറ്റിയുടെ അലംഭാവമാണെന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം കൃത്യമായ ക്ലോറിനേഷൻ ഈ ആദ്യത്തെ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെ, ആദ്യത്തെ ഒരാൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെ കൃത്യമായി ക്ലോറേഷൻ നടത്തിയെന്ന് വാട്ടർ അതോറിറ്റി വ്യക്തമാക്കുകയും ചെയ്തു. അതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാകാം എന്തായാലും ഇതിനു മുൻപ് ഈ മഞ്ഞപ്പിത്തം ബാധ സ്ഥിരീകരിക്കുന്നതിന് മുൻപ് ക്ലോറിനേഷൻ നടത്തിയില്ല എന്ന് പറയാതെ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ആശുപത്രിയിൽ കിടക്കുന്നവർക്ക് ലക്ഷങ്ങളാണ് ഇതിനോടകം തന്നെ ചിലവായിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശ്രീനിയുടെ കുടുംബത്തിന് ഇതിനോടകം തന്നെ 10 ലക്ഷത്തിലധികം
ചിലവ് വേണ്ടി വന്നു. അതോടൊപ്പം ബാക്കിയുള്ളവർ 180 പേരിൽ 180 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധനസമാഹരണത്തിന് ഇന്നലെ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വീടുകൾ കയറി ഇവർക്ക് വേണ്ടിയിട്ടുള്ള ധനം സമാഹരിക്കുക എന്നുള്ളൊരു ഉദ്യമത്തിലേക്ക് കടന്നിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് മുതൽ ആരോഗ്യവകുപ്പ് ഫ്രീ ആയി തന്നെ ഈ പ്രദേശത്ത് മരുന്ന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം രണ്ട് ഡോക്ടർമാരെ അഡീഷണൽ ആയി നിയമിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. വേണ്ടി വന്നാൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാനും ഉള്ള തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പ് എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ ദുരിതത്തിലേക്കാണ് ഈ വേങ്ങൂർ പഞ്ചായത്ത് കടന്നിരിക്കുന്നത്. കുടിച്ച വെള്ളത്തിന് പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വേങ്ങൂരിലെ നാട്ടുകാർ മാറിക്കഴിഞ്ഞു. ഇപ്പോഴും എന്തുകൊണ്ടാണ് വാട്ടർ അതോറിറ്റിക്കെതിരെ കൃത്യമായിട്ടുള്ളൊരു നടപടി എടുക്കാത്തതെന്നുള്ളൊരു ചോദ്യവും അവർ ഉന്നയിക്കുന്നുണ്ട്. എൽദോ. എക്സാക്ട്ലി. എന്നാലും ഈ കുടിക്കുന്ന വെള്ളം അത് എത്രത്തോളം നല്ലതാണെന്നൊക്കെ നോക്കി വേണം. കാരണം ഒന്ന് തിളപ്പിച്ച് കുടിക്കുക, അത് മാത്രമാണ് നൽകാൻ കഴിയുക. എന്തായാലും ഇത്തരം അനാസ്ഥ ഈ വാട്ടർ അതോറിറ്റിയിൽ നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ പറയുക, ഇപ്പൊ ധനസമാഹരണം നടത്താൻ വീട് കയറി ഇറങ്ങാനാണോ തീരുമാനം? അതൊക്കെ എന്ത് ലോജിക്കാണെന്ന് മനസ്സിലാവുന്നില്ല. ഫ്രീ ആയിട്ട് മരുന്ന് നൽകാൻ ആരോഗ്യവകുപ്പിന്റെ തീരുമാനമൊക്കെ ചിരിക്കാനേ കഴിയൂ. നമുക്ക് നോക്കാം. എന്തായാലും നവമിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.